ഇതേപോലത്തെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 3 ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും 2 തക്കാളി 2 പച്ചമുളക് നല്ലതുപോലെ വാട്ടിയെടുക്കുക. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇതിൻ്റെയൊക്കെ മണം മാറി വരുന്നവർ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കറിയിൽ വേവാനായി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തിളച്ച് വരുന്ന സമയത്തിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാണ്ട് അതിൽ തേങ്ങ 2-3 വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ നൈസാക്കി അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴൊക്കെ നമ്മളെ കറികളൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുഴുങ്ങിയ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. മുട്ടയിട്ട് കൊടുത്തിട്ട് കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരണം. മുട്ടയിലേക്ക് കറിൻ്റെ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം നല്ലതുപോലെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് വറവ് ചെയ്തെടുക്കണം. അതായത് ഒരു ചട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഉള്ളി, ചുമന്ന മുളക്, കറിവേപ്പില ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഏത് കടീൻ്റെ ഒപ്പരും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ടക്കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം.